ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നുണ പറയുന്നല്ല. സീരിയസ്ലി, നിങ്ങൾ, ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്ത് വന്നത് എന്താ, അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? തമാശ പറയല്ലോ കേട്ടോ. നിങ്ങളിപ്പോ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ. അല്ല, നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജാസി ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ കുറച്ച് പരിപാടികൾ ഇൻസ്റ്റയിൽ കുറെ ദിവസമായിട്ട് കടന്ന് കറങ്ങുന്നുണ്ട്. നമുക്ക് ഇതിനെ റിയാക്ട് ചെയ്യാൻ സമയം കിട്ടാഞ്ഞാണ് ഇത്രത്തെ നാളും റിയാക്ട് ചെയ്തത്. അപ്പം ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു ഇതിനൊരു റിയാക്ഷൻ ഉറപ്പായിട്ടും വേണം. കാരണം നമ്മളും ഒരു അമ്മയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോൾ ഇമാതിരിയുള്ള തോന്നിവാസം കാണുമ്പോഴത്തേക്ക് നമുക്ക് പ്രതികരിക്കണം. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഒരു തെറ്റായ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റായ ഒരു രീതിയിലുള്ള ഒരു അറിവാണ് ഈ ജാസിയെ പോലുള്ളവര് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ ഇമോഷനെയും കാര്യങ്ങളെയും നമ്മൾ മാനിക്കുന്നു. അപ്പം അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാനിക്കുന്നു. പക്ഷെ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് അമിതമായി പോയി, ഇച്ചിരി അല്ല, കുറെ അധികം എന്താണ് മോശമായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അവരുടെ കുറച്ച് കറങ്ങുന്ന വീഡിയോസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ജാസി, എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാരും ഡൗട്ടാണ്, ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. കണ്ടില്ലേ, ഇതിനകത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒരു കുട്ടിയെ വേണമെങ്കിൽ അതിന് പല വിധത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ട ദത്തെടുക്കാം, അങ്ങനെ എന്തെങ്കിലും. നിങ്ങൾ ഒരു റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ടെന്ന് കരുതി നിങ്ങൾ ഒരു തെറ്റായ ഒരു പ്രചരണം ദൈവത്തെ ഓർത്ത് സൊസൈറ്റിക്ക് കൊടുക്കരുത്. അപ്പം നമ്മളെല്ലാം വിചാരിക്കും ആണെങ്കിലും പ്രസവിക്കുവോ അല്ലേ? അപ്പം നമ്മൾ പറയത്തില്ലേ കോഴി മുള കൂട്ടുന്ന കാലം എന്നൊക്കെ. അപ്പം നമ്മൾ ഓർക്കും ഈശ്വര, ജാസി ജയിച്ചു, ശാസ്ത്രം തോറ്റു എന്നുള്ള കമന്റ്സ് ഒക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ്, നമ്മൾ ഇത് കാണുമ്പോൾ ജാസി ജയിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അമ്മയാകണമെങ്കിൽ ആദ്യമേ എഗ് ഉണ്ടല്ലോ, എഗ് ഫോം ചെയ്യാൻ ഓവറി വേണം. ആ ഓവറി ഇതുവരെ തുന്നി പിടിപ്പിക്കാനുള്ള ഒരു സർജറി ആയിട്ട്, ഒരു ആണിന് വെക്കാനുള്ള ശസ്ത്രക്രിയ ഇതുവരെ നടത്തി ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ആ കുഞ്ഞിന് കിടക്കാൻ മാത്രമുള്ള ഒരു ഗർഭപാത്രം വേണം. നമുക്കറിയാം ജാസി എന്ന ഒരു ആണാണ്. അപ്പൊ അത് ഗർഭപാത്രം എവിടെ കൊണ്ട് തുന്നി പിടിപ്പിക്കാനാണ്? അങ്ങനെ ഇതുവരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാലത്ത് ജാസിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് മാത്രമല്ല, എന്നാൽ ഇത് തുന്നി പിടിപ്പിച്ചു എന്ന് വിചാരിക്കട്ടെ, സർജറിയോടെ ഒരു ഓവറി ഗർഭപാത്രം നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കട്ടെ. ആ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ അത്രയധികം അതിസൂക്ഷ്മമായിട്ടായിരിക്കും ഡോക്ടേഴ്സ് ഇതിനെ പരിപാലിക്കുക. കാരണം ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ ഓടിച്ചാടി ഇറങ്ങി ഈ കാണിക്കുന്ന പോലെയുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇറങ്ങുന്ന മാതൃത്വത്തെ നിങ്ങൾ അപമാനിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ അപമാനിക്കരുത് എന്നാണ് ജാസിയോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? നിങ്ങൾക്ക് കുട്ടികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ദത്തെടുക്കാം. ഇങ്ങനെ വന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ഇതുപോലത്തെ പട്ടി ഷോ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരു വാടക ഗർഭമുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ വന്ന് ഓവർ ഷോ കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ നിന്നാണ് ചെക്കപ്പ് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇറക്കുന്നത്. എന്തിന്റെ ചെക്കപ്പാണ് നിങ്ങൾക്ക് കഴിഞ്ഞത്? നിങ്ങൾക്ക് പനിയോ ജലദോഷോ ചുമയോ കോര എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ചെക്കപ്പ് എന്ന് പറയണം. അല്ലാതെ താൻ ഗർഭിണിയാണെന്ന് കാണിക്കുന്ന രീതിയിൽ, അതായത് ഗർഭിണികളായ സ്ത്രീകൾ പെരുമാറുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആനന്ദമാണ് കിട്ടാനുള്ളത്? അതായത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ വൈകാരികമായി നമ്മൾ പ്രതികരിച്ച് പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ പ്രതികരിക്കണ്ടേ? നമുക്ക് അതുകൂടെ കേട്ടു നോക്കാം. ഉണ്ടാവാനായിട്ട് ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ളത് എഗ് അഥവാ അണ്ടം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു ഓവറിയും ആ കുഞ്ഞിനെ ചുമക്കാനായിട്ട് ഫംഗ്ഷനിങ് ആയിട്ടുള്ള യൂട്രസുമാണ്. കൂടാതെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോർമോൺ വ്യവസ്ഥയും. കരൾ ഹൃദയമൊക്കെ നമ്മൾ മാറ്റിവെക്കാറില്ലേ? അതുപോലെ യൂട്രസ് ഇല്ലാത്ത സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാനായിട്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് യൂട്രൈൻ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഇത്തരം സർജറികൾ വിജയകരമായിട്ടില്ല. ഒരു പുരുഷൻ ഇതുവരെ ഗർഭം ധരിക്കാനുള്ള ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ എവിടെ നടന്നിട്ടില്ല. അങ്ങനെ ജാസ്മിയിൽ തന്നെ അങ്ങനെ പരീക്ഷിക്കുകയാണെങ്കിൽ ജാസ്മി എപ്പോഴും ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിതീവ്ര പരിചരണത്തിലായിരിക്കും ഇങ്ങനെ ഒരു കുഞ്ഞിനെ പിറക്കാൻ പറ്റുക. അപ്പൊ ഈ അടുത്തിടെ ജാസി പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു, എന്താണ്, എനിക്കൊരു അമ്മയാണ്, ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്, അതുകൊണ്ടാണ്. അപ്പൊ കുഞ്ഞ് അറിയില്ലേ താൻ ദത്തെടുത്തത്? അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രയാസത്തിന് ഒരു ആവശ്യമില്ല. അപ്പൊ ആ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അറിയത്തില്ലേ തന്റെ അമ്മ എന്താണ്, ഒരു ആണാണ്, ഇങ്ങനെ ഒരു ജെൻഡർ ആയിട്ട് മാറുകയെന്ന് അറിയത്തില്ലേ? അപ്പൊ നിങ്ങൾ ആരെയാണ് ഇതുപോലെ വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? ഈ ജനപ്പൊതു സമൂഹത്തെയോ? ഇതൊക്കെ ഒരു വെറും പട്ടിഷ എന്ന് കാണുന്നവർക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം തന്നെ വന്ന വീഡിയോ ആണ്, നമ്മുടെ രേണുസുതിയായിട്ട് എന്തോ ഒരു പ്രോഗ്രാമിൽ അവർ പോയി ഓക്കാനിക്കുന്നതൊക്കെ. അപ്പൊ എവിടെ പോയാണ് ഇവരിങ്ങനെ വാതോരാതെ ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ കുറച്ച് ദിവസം കൂടെ വേണ്ടി, എനിക്ക് 5 മാസമായി എന്നൊക്കെ പറയാണ്. വളരെ വളരെ പട്ടിപ്പുച്ച മാത്രമാണ് എനിക്ക് നിങ്ങളോട് തോന്നുന്നുള്ളത്. ദൈവത്തെ ഓർത്ത് ഞാൻ അടങ്ങുന്ന ഞങ്ങളുടെ മാതൃത്വത്തെ നിങ്ങൾ ഇതുപോലെ ചോദ്യം ചെയ്തത് അപമാനിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് ജാസിയോട് പറയാനുള്ളത്. ദൈവത്തെ ഓർത്ത് ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. മിക്കവാറും മാതൃത്വത്തെ ചോദ്യം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അവിടെ
നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. മാതൃത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു കംപ്ലൈന്റ് കൊടുത്താൽ നിങ്ങൾ അതിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ ചെയ്യുന്നവരെ കണ്ടിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയെ തന്നെ നമ്മൾ വെറുക്കുന്നത്. ഇവർ കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരു ഒരു മോശമായ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത്. ഭാവിയിൽ ഈ കമ്മ്യൂണിറ്റി ഇതുപോലെ ഒരു ഫേക്ക് ആണെന്ന് പറയേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെ ഈ കാലത്ത് നടക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചുരുണ്ടിക്ക് ബൈ.